Hello everyone. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വിശേഷങ്ങളൊക്കെ പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് കിട്ടിയ ഒരു ഔട്ടിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഹെയർ പാക്ക്, നമ്മുടെ താരനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു ഹെയർ പാക്കും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കടലക്കറിയും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വറുത്തരച്ച കടലക്കറിയാണ്. ഈ കടലക്കറിക്ക് നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഗോതമ്പിൻ്റെ ഇടിയപ്പം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. നമ്മളെപ്പോഴും എന്താ പറയുക, ചപ്പാത്തിയൊക്കെ കഴിച്ച് പോകുമ്പോൾ അതുപോലെ ഗോതമ്പിൻ്റെ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ദിവസം കഴിക്കുമ്പോൾ അതൊരു മടുപ്പായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ആദ്യം ഞാൻ കടലക്കറിയൊക്കെ തയ്യാറാക്കിയതിന് ശേഷമാണ് ഇടിയപ്പം തയ്യാറാക്കിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പുതിയ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ കടലക്കറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിലാണ് ആ കറി തയ്യാറാക്കുന്നത്. എന്നാൽ നല്ല നമ്മൾ സാധാരണ വഴറ്റി കറി വയ്ക്കുന്നതിനേക്കാളൊക്കെ ടേസ്റ്റിലാണ് കേട്ടോ അത്. ഇടിയപ്പം ആണെങ്കിലും നമ്മൾ ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗോതമ്പിൻ്റെ ഇടിയപ്പം തയ്യാറാക്കുമ്പോൾ. സാധാരണ ഇടിയപ്പത്തിനേക്കാളൊക്കെ നല്ല ശ്രദ്ധിച്ചാൽ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇടിയപ്പമൊക്കെ ഇവിടെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അതൊന്ന് റെഡി ആയതിന് ശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇടിയപ്പമൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞാറ്റ കഴിക്കാൻ വന്നു. പിന്നെ അവൾ അതൊക്കെ കഴിച്ചിട്ട് ഓരോരുത്തരായിട്ടാണ് കേട്ടോ ഇന്ന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഒരുമിച്ചിരുന്ന് കഴിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇക്കാക്ക് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. AC ഒക്കെ ഒരുപാട് സർവീസ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. കുക്കുമോൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യായിരുന്നു. പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ആ പാത്രം കഴുകുന്ന സമയത്ത് ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ കറിക്കാണെങ്കിലും ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇക്ക AC കഴുകുന്ന തിരക്ക് കാരണം പോയില്ല പുറത്തേക്ക് പോകുമ്പോഴാണ് കറി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. നമ്മൾ ഡെയിലി വാങ്ങുകയാണ് ചെയ്യുന്നത്. ഒരുപാട് മേടിച്ച് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറൊന്നുമില്ല. പച്ചക്കറിയൊക്കെ ആണെങ്കിലും ഒരു 2-3 ദിവസത്തേക്കുള്ളതൊക്കെ വാങ്ങി വെക്കാറുള്ളൂ. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി എപ്പോഴും കഴുകിയിട്ട് ഞാൻ മൺചട്ടി ചെയ്യും പോലെ തന്നെ ഒന്ന് ചൂടാക്കി പിന്നെ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ തിരമി നന്നായിട്ട് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്താണേലും നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ഇല്ലെങ്കിൽ ആ നനവൊക്കെ പറ്റിയിട്ട് തുരുമ്പ് പിടിച്ച പോലെ ആയിട്ട് ചട്ടിക്ക് ഒരു വഴക്കം കിട്ടില്ല. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളും ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ മൺചട്ടിയും അതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, ഇങ്ങനെ നന്നായിട്ട് കെയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ. പിന്നെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ കുഞ്ഞാറ്റ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു വെച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ അടിച്ചു വാരലും അതുപോലെ വീട് തുടയ്ക്കലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെയാണ് ഇപ്പോൾ തുടയ്ക്കാറുള്ളൂ. ഡെയിലി തുടയ്ക്കലൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ ഇക്ക കഴുകാൻ ഇറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ നെബൂസ് എപ്പോഴും ഇറങ്ങും കേട്ടോ. അവനെല്ലാ കാര്യത്തിലും ഒപ്പം തന്നെ നിൽക്കും. വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇക്ക ഇത് കഴുകുന്ന തിരക്ക് കാരണം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയൊന്നും വാങ്ങിയില്ല, കറി വയ്ക്കാനുള്ള കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊന്ന് പുറത്തുനിന്ന് ബിരിയാണി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ ഒരു ഔട്ടിങ്ങാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് നാളായി പുറത്തൊക്കെ ഒന്ന് പോയിട്ട്. മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ എങ്ങോട്ട് ഇറങ്ങലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പുറത്ത് പോയാകാന്നൊക്കെ പറഞ്ഞപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡി ആയിട്ടോ. പിന്നെ ഞാനാണ് മടിച്ച് നിൽക്കുകയുള്ളൂ. എനിക്ക് പുറത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കണോ, ഹോട്ടലിൽ പോയിരുന്ന് ഫുഡ് കഴിക്കണോ അങ്ങനെയൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പാഴ്സലായിട്ട് വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്ന് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പോയി ഇന്ന് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ സിലോൺ ബേക്കേഴ്സിലാണ് പോകുന്നത്.
പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ കുക്കുവിന് ഭയങ്കര നിർബന്ധം, ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞ് പിന്നെ അവളെടുത്തു. നമുക്ക് ഭയങ്കര ചമ്മൽ പോലെയായിരുന്നു. അങ്ങനെ പുറത്തൊന്നും പോയി അങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നും വലിയ ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ചമ്മലായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ കുറേ ഭാഗങ്ങളൊന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. മക്കൾക്കൊരു സന്തോഷം എല്ലാവരും ഇങ്ങനെ പുറത്ത് പോകുന്നതൊക്കെ. ഇക്ക മിക്കപ്പോഴും അവരെയും കൊണ്ടൊക്കെ പുറത്ത് പോയി ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഞാനങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഞാനോട് ചെന്നപ്പോഴത്തേക്കൊന്ന് ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. ഞങ്ങൾ കുറേ താമസിച്ച് പോയതുകൊണ്ട് അവിടെ ബിരിയാണിയൊക്കെ തീർന്നു. ഫ്രൈഡ് റൈസും ഒരു ബിരിയാണി മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ കുക്കിന് ഭയങ്കര സങ്കടമായി. കുക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി തന്നെയായിട്ട് പോയതാണ്. പിന്നെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു. പിന്നെ ഞാൻ ഹെയർ പാക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ തലേ ദിവസം ഒരു പിടിയോളം ഉലുവ കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കണം. രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തലയിൽ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. തലയുടെ ഓട്ടിയിലേക്ക്, മുടിയിലൊന്നും അങ്ങനെ തുമ്പ് വരെയൊന്നും തേക്കണമെന്നൊന്നുമില്ല. നന്നായിട്ട് തലയോട്ടിയിൽ തേക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് കഴുകി കളഞ്ഞാൽ മതി. എന്താണേലും നല്ല ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ ഇത്. നമ്മുടെ തലവേല താരൻ കംപ്ലീറ്റ് പോകും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കും. എല്ലാവർക്കും യൂസ് ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ വേറെ ഒന്നുമില്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് ഉലുവയും അതുപോലെ കഞ്ഞിവെള്ളവും. തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് കഞ്ഞിവെള്ളത്തിൽ കുതിർത്തി വെക്കുക. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഓയിൽ മസാജ് തേച്ചിട്ട് ഇതുപോലെ അരച്ച് തേച്ചാൽ മതി. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഒരു ആഴ്ചയിൽ ഒരു 4 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് ചെയ്താൽ മാത്രം മതി. ഡെയിലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.